കുറിപ്പ് എഴുതാനുള്ള കാരണമോ? കുറിപ്പ് എഴുതാനുള്ള കാരണമാണ് ചോദിക്കുന്നത്. അല്ല, ഈ ഒരു പ്രതികരണം ഉണ്ടായി. അപ്പോൾ ആ പ്രതികരണത്തിനകത്ത് നമ്മൾ തുലന ചെയ്യുകയായിരുന്നല്ലോ. എൻ്റെ ഭർത്താവ് ചീഫ് സെക്രട്ടറി ആയിരുന്നതും ഞാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്നതും. അപ്പോൾ ആ തുലനയിൽ ഇപ്പം ഇത്തരത്തിലുള്ള തുലനകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷേ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുള്ളൊരു തുലന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? അപ്പം ഞാൻ കറുപ്പായതുകൊണ്ട് എൻ്റെ കറുപ്പിനെ പരാമർശിച്ചു വരുന്നു. അപ്പം കറുപ്പ് എന്നുള്ളതാണോ എന്ന് തുടങ്ങിയ ആ ചിന്തയിൽ നിന്ന് പിന്നെ അതൊരു നിമിത്തമായിട്ടാണ്. ഇപ്പം വാസ്തവത്തിൽ ഈ കറുപ്പ് എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ വന്നതാണ്. ഞാൻ ഇപ്പം 7 മാസമായിട്ടേ സംസ്ഥാനത്ത് ഉയർന്ന ബ്യൂറോക്രാറ്റായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അതിന് മുൻപ് ഞാൻ ശാരദാ മുരളീധരൻ എന്നുള്ള രീതിക്ക് ഇപ്പോൾ ഞാൻ ജനിച്ച സമയം മുതലുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 4 വയസ്സിൽ തുടങ്ങിയ ഉണ്ടായ ഒരു ധാരണയാണ്. കറുപ്പിനെന്തോ പ്രശ്നമാണ്, ഞാൻ കറുപ്പാണ്, എനിക്കെന്തോ പ്രശ്നമാണ്, എന്നെ ഒന്നും തിരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഞാൻ ഇപ്പം അന്ന് തുടങ്ങിയത് എന്തുമുണ്ട്. അത് സമൂഹത്തിൻ്റെ നമ്മുടെ ഉള്ളിലെ നമ്മളെല്ലാവരും സ്വാംശീകരിച്ചിരിക്കുന്ന ചില വാല്യൂ സിസ്റ്റംസാണ്. അപ്പോൾ ഈ സ്വാംശീകരിച്ചിരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിനെ നമ്മൾ തിരിച്ചറിയണം. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മുടെ എല്ലാവരും തന്നെ വീടുകളിൽ കല്യാണം കഴിക്കുന്ന കാര്യം മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കുന്നത് അതാണല്ലോ, നിറമാണല്ലോ. അഴകും നിറവും ഒക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അവിടെ നിന്ന് കറുപ്പ് അഴകാണ്, ഞാൻ കറുപ്പാണ്, ആ കറുപ്പിനൊരു കുറവില്ല. ഈ കറുപ്പെന്ന് പറയുന്നതിൻ്റെ ആയിട്ട് വരുന്ന ഒരു മൊത്തം വാല്യൂ സിസ്റ്റം, വാല്യൂ കണ്ണറ്റേഷൻസ് ഉണ്ടല്ലോ. ഇത് മനസ്സ് കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ ചിന്ത കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഇപ്പം കറുപ്പ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്തോ വൃത്തികെട്ട സാധനമായിട്ടാണ്. അപ്പോൾ ഈ വൃത്തികേടല്ല കറുപ്പ്, വൃത്തിയാണത്. അപ്പോൾ അവിടേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമ്പോഴേ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡോക്ട്രിനേഷൻ നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം.